പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. നമ്മൾ നമ്മുടെ സുറിയാനി സഭയുടെ സത്യവിശ്വാസം, അതിൻ്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കുമ്പോൾ ആ സത്യവിശ്വാസത്തിൻ്റെ കാതലായ സത്യം മറിയം ദൈവമാതാവായി എന്നുള്ളത് തന്നെയാണ്. ലോകത്തിൽ വെച്ച് ഏറ്റവും അത്ഭുതമെന്ന് പറയുന്നത് തന്നെ ദൈവം മനുഷ്യനായി എന്നുള്ളത് ആണ്. അപ്പം മനുഷ്യൻ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടു. അതിനുശേഷം ദൈവം യഹൂദന്മാരെ തിരഞ്ഞെടുത്തു, അവർക്ക് ന്യായപ്രമാണം കൊടുത്തു. അപ്പോൾ ഈ യേശുതമ്പുരാൻ ജനിച്ചത് ന്യായപ്രമാണത്തിന് കീഴിലാണെന്ന് എഴുതിയിരിക്കുന്നു. കാരണം ഇവരോട് സംസാരിക്കണമെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചാൽ മാത്രമല്ലേ പറ്റൂ. അപ്പോൾ ഈ ന്യായപ്രമാണത്തിൻ്റെ അന്ത്യകാലത്താണ് യേശുതമ്പുരാൻ ജനിക്കുന്നതെന്ന് ഗലാത്യ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? അവർക്ക് വഹിക്കാൻ വയ്യാത്ത ഒരു ന്യായപ്രമാണമായിരുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ യേശുതമ്പുരാൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ മനുഷ്യവർഗത്തെ ദൈവം ആരാണെന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഈ യേശുതമ്പുരാൻ ദൈവപുത്രൻ ഭൂമിയിലേക്ക് വരാൻ വേണ്ടി പരിശുദ്ധ കന്യകമറിയാമിനെ വിശുദ്ധയാക്കുകയാണ്. കാരണം പലരും പറയുന്നത് പാപത്തിലല്ലേ ഇവൻ ജനിച്ചതെന്ന്. അങ്ങനെ കാരണം നമ്മൾ സഭയിൽ നിന്ന് പോലും പറയുന്നുണ്ട് ജന്മപാപം ഉണ്ടെന്ന്. അങ്ങനെ പറയുന്ന പട്ടക്കാരുമുണ്ട് ഇപ്പോഴും. അത് നമ്മുടെ സഭയുടെ പാരമ്പര്യമല്ല. എങ്കിൽ പോലും ഇവിടെ ആ വിശുദ്ധ മറിയമിനെ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ദൂതൻ മുഖാന്തരം ഒരുക്കുകയാണ്, വിശുദ്ധയാക്കുകയാണ്. അവിടെയാണ് തൻ്റെ പുത്രൻ, ദൈവമായ പുത്രൻ 9 മാസം അടങ്ങിക്കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പാടുന്നുണ്ട്, തവ പെസഹായാൽ പെസഹാടിനെ നീക്കിയ മശിഹ. അപ്പോൾ പഴയ പെസഹാടിനെ നീക്കുകയാണ് ആ മശിഹാട് ജനനത്തിലൂടെ എന്നാണ് നമ്മൾ പാടുന്നത്. നമുക്ക് ആ ജനനത്തിലൂടെ രക്ഷ ലഭിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഏകദൈവ വിശ്വാസികളായിരുന്നവരെ, അങ്ങനെ മനസ്സിലാക്കിയിരുന്നവരെ ത്രിയേകദൈവ വിശ്വാസത്തിലേക്ക് ഉയർത്തുകയാണ് യേശുതമ്പുരാൻ്റെ വരവോടുകൂടി. അവിടെ യേശുതമ്പുരാൻ ഈ വിവരം പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി പല കാര്യങ്ങളും പ്രസംഗിച്ചു. പക്ഷേ അവർക്കതൊന്നും മനസ്സിലായില്ല. അതിനുശേഷം ആണ് അവൻ ഉപമകളിലേക്ക് നീങ്ങിയത്. അങ്ങനെ ആ ഉപമ പറഞ്ഞ കൂട്ടത്തിൽ വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ കൂടി പറഞ്ഞു. ഈ ഉപമ ശിഷ്യന്മാർ അതിൻ്റെ അർത്ഥം ചോദിച്ചപ്പോൾ അതിനെ വിശദീകരിക്കുകയും ചെയ്തു. ചില ഉപമകളൊക്കെ അവർ ചോദിക്കുകയും അതിന് യേശുതമ്പുരാൻ വിശദീകരണം നൽകുകയും ചെയ്യുമായിരുന്നു. ഇവിടെ 4 കാര്യങ്ങളാണ് ആ വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ പറഞ്ഞത്. വഴിയരിയിൽ വീഴുന്ന വിത്ത്, പാറപ്പുറത്ത് വീഴുന്ന വിത്ത്, മുള്ളുകൾക്കിടയിൽ വീഴുന്ന വിത്ത്, നല്ല നിലത്ത് വീഴുന്ന വിത്ത്. ഇവിടെ നമ്മൾ വഴിയരിയിൽ വീഴുന്ന വിത്തുകളെ പറ്റി മനസ്സിലാക്കുമ്പോൾ സുവിശേഷം തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്നു. പലരും അത് ശ്രദ്ധിക്കുന്നു, അത് കേൾക്കുന്നു. എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും ഒരു യേശു ജനിച്ചെന്നും അവൻ നമ്മുടെ രക്ഷകനായിട്ട് വന്നുവെന്നും അവർ മനസ്സിലാക്കുന്നു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സൗജന്യമായി വേദപുസ്തകം അവർക്ക് കൊടുക്കുകയാണ്. അവരത് വാങ്ങിക്കുന്നു. അതെന്താണെന്ന് അവർക്കറിയില്ല. ഒരുപക്ഷെ യേശുവിനെ പറ്റി എഴുതിയതായിരിക്കാം എന്ന് ചിന്തിച്ച് അവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ അവർ പോയി കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇവിടെ കോഴിക്കോട് കടൽപ്പുറത്ത് ഒരു കടല വിൽക്കുന്ന വ്യക്തി ഈ വേദപുസ്തകം എന്താണെന്നറിയാതെ അതിൻ്റെ താളുകൾ കീറി അതിൽ കടല വിറ്റുകൊണ്ടിരുന്നു. അതുകൂടാതെ ഒരു ബാർബർ ഷോപ്പിൽ ജോലി ചെയ്തിരുന്നവൻ
ഈ വേദപുസ്തകം കൈ കിട്ടിയിട്ട് അവനത് അറിഞ്ഞുകൂടായിരുന്നു എന്താണെന്ന്. അവനും ആ താളുകൾ കീറി അവൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ചു. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങളാണ്. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ വഴിയരിയിൽ വീണ വിത്തുകൾ. ഒന്നും മനസ്സിലാകാത്തവർ അതിനെ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പാറപ്പുറത്തെ വിത്തുകൾ എന്ന് പറയുമ്പോൾ അത് പലരും തെരുവിൽ നിന്ന് കേൾക്കുന്നു, ഈ സുവിശേഷം കേൾക്കുന്നു. ഓ ശരിയാണല്ലോ, യേശു എന്ന രക്ഷകൻ വന്നു ഇല്ലേ, അവൻ നമുക്ക് രക്ഷ തരുമോ? ചിലപ്പോൾ തന്നേക്കും. അങ്ങനെ അവർ അത് കേട്ട് ആ യേശുവിനെ വിളിക്കുന്നു. അങ്ങനെയാണല്ലോ ഇവർ പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരും എന്നൊക്കെ പ്രസംഗിക്കുകയാണ്. അങ്ങനെ ഇവർ വിശ്വസിച്ച് ഇങ്ങനെ പോകുന്നു. പല നാളുകൾ യേശുവേ യേശുവേ എന്നൊക്കെ വിളിക്കുന്നു. പക്ഷേ യേശു അവർക്ക് കാണാൻ കഴിയുന്നില്ല. അവർക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പോൾ വേര് പിടിക്കാതെ അതവിടെ ഉണങ്ങിപ്പോവുകയാണ്. അതിനുശേഷം മുള്ളുകൾക്കിടയിൽ വീണ വിത്തുകൾ എന്ന് പറയുമ്പോൾ പലരും ഈ സുവിശേഷം കേട്ട് ആകൃഷ്ടരായിട്ട് ഈ യേശുവിനെ പറ്റി പഠിക്കുന്നു. അങ്ങനെ പഠിച്ചു വന്നപ്പോൾ വേറെ ചിലർ പറയുന്നു, നീ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കണം. അതെന്താണ് ഈ ക്രൂശ്? അതെ, യേശു തമ്പുരാൻ കഷ്ടം അനുഭവിച്ചതുപോലെ നീയും കഷ്ടം അനുഭവിക്കണം. അപ്പോൾ അവൻ്റെ മനസ്സ് ഞെരുങ്ങിപ്പോവുകയാണ്. ഞാനെന്തിന് കഷ്ടം അനുഭവിക്കണം? എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചല്ലേ യേശു, പിന്നെന്തിനാണ് ഞാൻ കഷ്ടം അനുഭവിക്കുന്നത്? അതുകൊണ്ട് എനിക്കത് സാധ്യമല്ല, ഞാൻ പഴയ രീതിയിൽ തന്നെ ജീവിച്ചോളാം. അങ്ങനെ ആ മുള്ളുകൾക്കിടയിൽ വീണ വിത്തുകളെ പോലെ അവനും ആ സുവിശേഷം കേട്ടിട്ട് പിന്മാറുന്നു. നല്ല നിലത്ത് വീണ വിത്തുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികൾ, അതാണ് നല്ല നിലത്ത് വീണ വിത്തെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ നല്ല നിലത്ത് വീണ വിത്ത് എന്ന് പറയുമ്പോൾ അവിടെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമെന്ന് പറഞ്ഞാൽ ഈ സത്യവിശ്വാസം കേട്ടിട്ട് നല്ല നിലത്ത് വീണ വിത്ത് പോലെ അവർ ആരാധിക്കുകയാണ്. അവിടെ പറഞ്ഞ ആ കാര്യം തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കുക എന്ന് പറയുന്നത് പ്രാവർത്തികമാക്കുന്ന ഒരു സമൂഹത്തെ നമുക്കവിടെ കാണാം. അവിടെ ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പറയുന്നു. ഇതെല്ലാം സുറിയാനി സമൂഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ ഓരോരുത്തരും ഈ സത്യവിശ്വാസം കേട്ടിട്ട്, സത്യസുവിശേഷം കേട്ടിട്ട് ക്രിസ്തുവായി മാറുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവൻ മാമോദീസായിൽ കൂടെ മനുഷ്യനോട് ഒത്തുചേർന്ന് നിന്നത്. അത് നമ്മുടെ വിശുദ്ധ മാമോദീസായാലും പറയുന്നത് നിന്നെ ക്രിസ്തുവിൻ്റെ സഹോദരനായി മാമോദീസ മുക്കുന്നു എന്നാണ്. അതാണ് സുറിയാനി സഭയുടെ ആരാധനകളിലും പ്രാർത്ഥനകളിലും എല്ലാം നമ്മൾ പ്രതിഫലിച്ച് കാണുന്നത്. നമ്മൾ പാടുന്നുണ്ട്, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പോനും നാഥ, എന്നെ നിനക്ക് സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. ആത്മശരീര മനസ്സുകളോ എന്നുടെ തിരുമുൽ കാഴ്ചകളെ തദസുതാശ്വാസപ്രദനെ കൈക്കൊള്ളണമേ. അങ്ങനെ പാടിപ്പോവുകയാണ്. അപ്പം ത്രിയേക ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുകയാണ്, എന്നെയും കൂടെ കൈക്കൊള്ളണമേ എന്ന്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും തമ്മിലുള്ള ആ സ്നേഹത്തെ, ആ ട്രിനിറ്റേറിയൻ ഫാമിലിയിൽ അംഗമായി ആ ട്രിനിറ്റേറിയൻ സ്നേഹത്തെ ലോകത്തിന് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തുനിയുകയാണ്. എന്നാൽ മനുഷ്യർ ചിലർ ചിന്തിക്കുന്നു, എന്നിൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും വസിക്കുന്നു, പക്ഷെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്, ഞാൻ പാപങ്ങളും തെറ്റുകളും ഒക്കെ ചെയ്യുന്നവനാണ്. അപ്പോൾ നമ്മുടെ വിശുദ്ധ ആരാധനയിൽ പറയുന്നു, നിങ്ങളുടെ കടങ്ങളെല്ലാം ക്ഷമിക്കുകയും പാപങ്ങളെ പോക്കുകയും ചെയ്യുന്നവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കടങ്ങളെയും പാപങ്ങളെല്ലാം ക്ഷമിച്ച് പോക്കുകയാണ്. അപ്പോൾ നമ്മളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ,
നമ്മൾ പറയുന്നു, കുറിയലായ്സോൻ കുറിയലായ്സോൻ കുറിയലായ്സോൻ, ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് ഇടവിടാതെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും യഥാർത്ഥ സുവിശേഷമെന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ളവർക്ക് നമ്മളൊരു വെളിച്ചമായി തീരണം. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇതെല്ലാവരും പ്രസംഗിക്കും. പക്ഷേ കുറച്ചുകൂടെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുകൂടി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും ലോകത്തിൻ്റെ വെളിച്ചമായി തീരണം. അത് നമ്മുടെ അയൽക്കാരിൽ നിന്നും ആകണം. ചിലർ പറയുന്നു എന്നെ എല്ലാവരും സ്നേഹിക്കണമെന്ന്. പക്ഷേ എങ്ങനെ സാധിക്കും? നമ്മളുടെ അയൽക്കാരെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ വെളിച്ചമായി തീർന്നുവെന്ന്. അപ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കാൻ നോക്കുന്നത്. ആ വെളിച്ചം മറ്റുള്ളവരിലും കാണാൻ സാധിക്കും. അപ്പോൾ മാത്രമാണ് നമുക്ക് നമ്മളെ തന്നെ വെളിച്ചമാകുവാൻ സാധിക്കൂ. ഇവിടെ നമ്മൾ മെഴുകുതിരിയും പൂക്കളുമൊക്കെ മരിച്ചവരുടെ കല്ലറയിൽ വയ്ക്കും. അതെന്തുകൊണ്ടാണ്? അവർ നമ്മളെ മുന്നമേ സ്നേഹിച്ചിരുന്നുവെന്നും നമ്മൾ അവരെ സ്നേഹിച്ചിരുന്നുവെന്നും ഒക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയും അതിനെ ഓർമ്മിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഉറുമ്പുകളെ നോക്കുക, അവർ ഇങ്ങനെ ഒന്നിനെ മുട്ടി പോവുകയാണ്. കാരണം എന്താണ്? അവർ അന്യോന്യം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അവിടെ കാണുന്നത്. സുറിയാനി സഭയിലെ ഓരോ ക്രിസ്ത്യാനിയും നല്ല നിലത്ത് വീണ വിത്ത് പോലെ യേശു തമ്പുരാൻ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ വെളിച്ചമാകുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. താങ്ക് യു.